ഈ കഥ നടക്കുന്നത് ആനന്ദപുരിയിലാണ്. ആനന്ദപുരിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് അശോകും ഭാര്യ സുനന്ദയും താമസിച്ചിരുന്നത്. സുനന്ദ ഗർഭിണിയായിരുന്നു. ഉടനെ തന്നെ ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവുകയായിരുന്നു. എനിക്കൊരു മോളെയാണ് ഇഷ്ടം. ഹാ, എനിക്കും അതെ. ഒരു മാസത്തിനു ശേഷം സുനന്ദ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷെ ആ കുഞ്ഞിനെ കണ്ടതും അവളുടെ മുഖം മാറി. അശോകും സുനന്ദയും നല്ല വെളുത്ത നിറമുള്ളവരായിരുന്നു. എന്നാൽ അവരുടെ കുഞ്ഞ് കറുത്തിട്ടു. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതെങ്ങനെയാ കറുത്തു പോയത്? നിറത്തിലൊക്കെ എന്ത് കാര്യം? നിറമൊക്കെ ഭഗവാൻ തരുന്നതല്ലേ. എങ്ങനെയായാലും ഇവള് നമ്മുടെ മോള് തന്നെയല്ലേ. ഞാൻ എത്ര സ്വപ്നം കണ്ടതാ എനിക്കൊരു മോൾ ഉണ്ടാവുകയാണെങ്കിൽ അവൾ എന്നെ പോലെ സുന്ദരിയായിരിക്കുമെന്ന്. പക്ഷെ എനിക്ക് അറിയില്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഭഗവാൻ എനിക്ക് ഇങ്ങനെ ഒരു കറുത്ത കുഞ്ഞിനെ തന്നതെന്ന്. ഇനിയൊന്നും പറയണ്ട. കുട്ടിയുടെ നിറത്തിന്റെ പേരില് ഭഗവാനെ കുറ്റം പറയാതിരിക്കൂ. എന്തു തന്നെയായാലും ഇത് നമ്മുടെ മോള് തന്നെയാ, എന്റെ പുന്നാര മോള്. പിന്നെ ഇന്നു മുതൽ ഇവളുടെ പേര് പത്മ എന്നാണ്. നിറത്തിന്റെ കാര്യത്തിൽ അശോകിന് യാതൊരു എതിർപ്പുമില്ലായിരുന്നു. എന്നാൽ സുനന്ദയ്ക്ക് കറുത്ത നിറം തീരെ ഇഷ്ടമല്ലായിരുന്നു. ചെറുപ്പം മുതലേ തന്നെ പത്മയോട് സുനന്ദ ഇഷ്ടക്കേട് കാണിച്ചിരുന്നു. അമ്മേ, എനിക്ക് വെളുത്ത നിറത്തിലുള്ള ഫ്രോക്ക് വേണം. എന്തിനാ? നീ ഇത്ര കറുത്തിട്ട് നിനക്കൊരു വെളുത്ത ഉടുപ്പ് വേണമെന്നോ? നീ അതിട്ടാ പിന്നെയും കൂടുതൽ കറുത്തു പോവും. സുനന്ദ, ഒന്ന് നിർത്തുന്നുണ്ടോ? അവൾ കറുത്തിരിക്കുന്നതിന് അവൾ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് ഞാനാണല്ലോ, ഇവളുടെ അമ്മയായത്. സുനന്ദയുടെ ഈ വാക്കുകൾ കേട്ടപ്പോ പത്മ കരയാൻ തുടങ്ങി. അത് കണ്ട് അശോക് അവളെ എടുത്ത് ആശ്വസിപ്പിച്ച് കരച്ചിൽ മാറ്റി. എന്നിട്ട് പോലും സുനന്ദ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് സുനന്ദ മറ്റൊരു കുഞ്ഞിന് ജന്മം കൊടുത്തു. അതാണെങ്കിൽ ഒരു വെളുത്ത കുഞ്ഞായിരുന്നു. അവസാനം ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു. കണ്ടില്ലേ, നല്ല വെളുത്തൊരു കുഞ്ഞ്. അതൊക്കെ ശരി തന്നെ. പക്ഷെ നിറത്തിന്റെ പേരിൽ നീ മക്കളുടെ ഇടയിൽ വേർതിരിവ് കാണിക്കരുത് സുനന്ദ. ഈ പറഞ്ഞു കേട്ടാ തോന്നും ഞാൻ പത്മയുടെ രണ്ടാം അമ്മയാണെന്ന്. ഞാൻ പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലായിരുന്നില്ല. അതൊക്കെ എനിക്കറിയാം. നിന്നോട് വർത്താനം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അശോക് കുഞ്ഞിനെ എടുത്തു. അച്ഛയുടെ ചക്കര മോളെ, കരയല്ലേടവാവേ, കരയല്ലേ. എന്റെ കുഞ്ഞിന് ഇങ്ങത്താ. ഇവൾ എന്റെ മോളാ. ഇവൾക്ക് ഞാൻ തന്നെ പേര് വിളിച്ചോളാം. ഈ വെളുത്ത സുന്ദരിയെ ഞാൻ ഗൗരി എന്ന് വിളിക്കും. നല്ല പേരാണ്. ഗൗരി ജനിച്ചതിനു ശേഷം സുനന്ദ പത്മയെ ശ്രദ്ധിക്കുന്നത് പോലും ഉണ്ടായില്ല. ആ പാവം കുഞ്ഞ് മുറിയിലിരുന്ന് കരയുകയായിരുന്നു. എന്തു പറ്റി മോളെ? എന്തിനാ കരയുന്നേ? അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അത് പോട്ടെ, മോൾ ഇത് പറ. അച്ഛന്റെ മോള് ഭക്ഷണം കഴിച്ചോ? ഒന്നും കഴിച്ചില്ല. എന്തു പറ്റി? വൈകിട്ട് 6 മണിയായിട്ടും എന്റെ മോക്ക് ഭക്ഷണം ഒന്നും കിട്ടിയില്ലെന്നോ? അമ്മ എന്നോട് പറഞ്ഞു ഗൗരിനെ ഉറക്കിയിട്ട് ഭക്ഷണം എടുത്ത് തരാന്ന്. പക്ഷെ ഇത്രയും നേരമായിട്ടും അമ്മ ഒന്നും തന്നില്ല. അശോകിന് മനസ്സിലായി സുനന്ദ പത്മയ്ക്കും ഗൗരിക്കും ഇടയിൽ തരംതിരിവ് കാണിക്കാൻ തുടങ്ങിയെന്ന്. ഇവളോടൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പത്മയുടെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കുന്നതാ നല്ലത്. അന്നു മുതൽ അശോക് പത്മയുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൾക്ക് ഭക്ഷണം കൊടുക്കാനും സ്കൂളിലേക്ക് കൊണ്ടുപോയി ആക്കുവാനും തുടങ്ങി. അങ്ങനെ അച്ഛന്റെയും മകളുടെയും ബന്ധം കൂടുതൽ ദൃഢമായി. 10 വർഷങ്ങൾ കഴിഞ്ഞു. ഗൗരിക്ക് 10ഉം പത്മയ്ക്ക് 15 വയസ്സുമായി. ഗൗരിയുടെ റിസൾട്ട് വന്നു. അവൾ എല്ലാ വിഷയത്തിനും തോറ്റു. ഈ ഒരു കാര്യം കൊണ്ട് അശോക് ദേഷ്യത്തിലായിരുന്നു. ഗൗരി, ഞാൻ എന്താ ഈ കാണുന്നത്? ഹിന്ദിക്ക് 2 മാർക്ക്, കണക്കിന് 4, സയൻസിനാണെങ്കിൽ 6. നിന്റെ ചേച്ചി പത്മ സ്കൂളിൽ ഫസ്റ്റ് ആണെന്ന് അറിയില്ലേ? നീയാണെങ്കിലോ ഒന്നിനും പാസ്സായിട്ടില്ല. നാണാവുന്നില്ലേ നിനക്ക്? അശോക് ഗൗരിയെ വഴക്കു പറഞ്ഞുകൊണ്ടിരുന്നപ്പോ സുനന്ദ അവിടേക്ക് എത്തി. ഈ കറമ്പിയുടെ പേരും പറഞ്ഞെന്റെ മോളെ വഴക്കു പറയാതെങ്കിലും ഇരിക്കെ. എന്താ ഇപ്പൊ ഉണ്ടായത്? ഇത്തിരി മാർക്ക് കുറഞ്ഞു, അത്രയല്ലേ? സുനന്ദ, നിനക്കിതൊരു ചെറിയ കാര്യമാണോ? തോറ്റു കഴിഞ്ഞ ഈ ലോകത്തിന് മുന്നിൽ നമ്മൾ നാണം കെടും. ഇനി നാണം കെടാൻ എന്തിരിക്കുന്നു? കറമ്പിയുടെ അമ്മയെന്ന് വിളിക്കുമ്പോ തോലി ഇരിഞ്ഞു പോവാ. ഈ കറുത്ത നിറം പറഞ്ഞ് നീ അവളെ ശപിക്കുന്നുണ്ടല്ലോ. അവളുടെ കറുത്ത നിറമേ നീ കാണുന്നുള്ളൂ. അവളുടെ ഇത്രയും നല്ല ഗുണങ്ങളൊന്നും നീ കാണുന്നില്ലല്ലോ. ഗൗരിയാണെങ്കിലോ എല്ലാ ക്ലാസ്സിലും തോറ്റു. അത് നീ കാണുന്നില്ല. ദിവസം മുഴുവൻ അവൾ അണിയിച്ചൊരുക്കി നടന്നോ? അവൾ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചൂടെ? എന്റെ മോളെ ഞാൻ നോക്കിക്കോളാം. നിങ്ങള് പത്മയുടെ കാര്യം നോക്കിയാ മതി. 3-4 കൊല്ലം കഴിയുമ്പോ കെട്ടിച്ചു വിടാനുള്ളതാ. ഇവളുടെ കല്യാണത്തിന് ഒരുപാട് കാശ് വേണ്ടിവരും. കറമ്പിയല്ലേ അവള്. പണിയെടുത്ത് കുറച്ച് കാശുണ്ടാക്കാൻ നോക്ക്. നിന്നോട് സംസാരിക്കുന്നത് തന്നെ വെറുതെ. നിറത്തിന്റെ പേരിൽ അവളുടെ അമ്മ തന്നെ കളിയാക്കിയപ്പോ അവൾക്ക് വല്ലാതെ സങ്കടം വന്നു. അവളുടെ അമ്മ മാത്രമല്ല, ആ ഗ്രാമത്തിലെ എല്ലാവരും അവളെ കറുമ്പി എന്ന് വിളിച്ച് കളിയാക്കും.
അതുകൊണ്ട് തന്നെ പത്മ മറ്റുള്ളവരെക്കാൾ അധിക സമയം പഠിക്കാൻ കണ്ടെത്തി. അവളുടെ ഗ്രാമത്തിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു അവൾ. ആ ജില്ലയിൽ 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി അവൾ പാസ്സായി. അന്ന് അശോക് വളരെയധികം സന്തോഷത്തിലായിരുന്നു. സ്വന്തം മകളെക്കുറിച്ചോർത്ത് അയാൾ അഭിമാനം കൊണ്ടു. കുറച്ചു വർഷങ്ങൾ കൂടി കടന്നുപോയി. പത്മ IASന്റെ തയ്യാറെടുപ്പിലായിരുന്നു. ഇപ്പൊ തന്നെ 20ഓളം ചെറുപ്പക്കാര് വേണ്ടാന്ന് പറഞ്ഞു. ഇവക്ക് ഒരിക്കലും കല്യാണം ഉണ്ടാവില്ല. എന്റെ ഗൗരിമോൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. അവളുടെ കാര്യം ആദ്യം നടത്തിയാലോ? അശോക് പത്മയെ നോക്കി. എന്തായാലും പത്മയ്ക്ക് IAS എടുക്കാൻ കുറച്ച് സമയം വേണം. നിന്റെ ഇഷ്ടം പോലെ നീ എന്താന്ന് വെച്ചാ ചെയ്. ഗൗരിയെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു. അതുകൊണ്ട് അവളുടെ കല്യാണം വേഗം നടന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം പത്മ IAS ഇന്റർവ്യൂവിന് പങ്കെടുത്തു. സെലക്ഷനും കിട്ടി. അവൾ സന്തോഷത്തോടെ വീട്ടിലേക്കെത്തി. അപ്പോ അവിടെ ഗൗരി വന്നിട്ടുണ്ടായിരുന്നു. എന്തുപറ്റി? എല്ലാവരും വിഷമിച്ചിരിക്കുന്നല്ലോ. എന്തുണ്ടാവാൻ? നിന്റെ അനിയത്തി ഗൗരിക്ക് അണിഞ്ഞൊരുങ്ങലല്ലാതെ വേറെന്തെങ്കിലും അറിയോ? അമ്മായിയമ്മ പണിയെടുക്കാൻ പറഞ്ഞു കാണും. ഈ മഹാറാണിയാണെങ്കിൽ അതിന്റെ പേരും പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അവരിവളോട് സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പറഞ്ഞു. ശരി ശരി, അതൊക്കെ നിൽക്കട്ടെ. നീ ഇത് പറ, നിന്റെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് സെലക്ഷൻ കിട്ടി. ഉടനെ തന്നെ എനിക്ക് ഈ ജില്ലയുടെ കളക്ടർ ആവാൻ സാധിക്കും. സത്യമായിട്ടും? ഇനി എന്റെ IAS മോളെ കെട്ടാൻ ഈ വീടിന് മുന്നിൽ ചെറുക്കന്മാരുടെ ക്യൂ ആയിരിക്കും. ഇന്നിപ്പോ സുനന്ദയ്ക്കും സന്തോഷായി. എന്നാലൊപ്പം അവൾക്ക് ലജ്ജയും തോന്നി. അവളുടെ വെളുത്ത സുന്ദരിയായ മകളെ അമ്മായിയമ്മ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു. എന്നാൽ അവൾ തഴഞ്ഞുകളഞ്ഞ അവളുടെ കറുത്തവളായ മകൾ വീട്ടിലെല്ലാവരുടെയും അഭിമാനം ഉയർത്തി. അങ്ങനെ നിറത്തിലൊന്നും ഒരു കാര്യവുമില്ലാന്ന് സുനന്ദയ്ക്ക് മനസ്സിലായി. മനുഷ്യരുടെ കഴിവുകൾ നിറത്തിലല്ല, അവരുടെ ഗുണത്തിലാണ്. പത്മ അവളുടെ ഔദ്യോഗിക വാഹനത്തിൽ കയറി പോകുമ്പോ അശോകും സുനന്ദയും അഭിമാനത്തോടെ അത് നോക്കി നിൽക്കും. ഞാൻ പത്മയെ പോലെ തന്നെ ഗൗരിയെ നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോ ഒരിക്കലും അവരവളെ ഇങ്ങനെ പറഞ്ഞു വിടില്ലായിരുന്നു. കുഴപ്പമില്ലെന്നേ, അവള് വിവരമുള്ളവളാ. പതിയെ പതിയെ മാറിക്കോളും. കുറച്ചു മാസങ്ങൾക്ക് ശേഷം പത്മയ്ക്ക് ഒരു പോലീസ് ഓഫീസറുടെ ആലോചന വന്നു. പത്മയ്ക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവളുടെ വിവാഹം ആർഭാടപൂർവ്വം നടന്നു. പത്മ ഇപ്പോഴും കറമ്പി തന്നെയാ. എന്നാൽ അവളെ ഇപ്പോ ആരും കളിയാക്കാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം അവൾ അവിടുത്തെ കളക്ടറാണ്. പത്മ അവളുടെ പ്രയത്നം കൊണ്ട് അവളുടെ വിധി മാറ്റി എഴുതി. ആരാ പറഞ്ഞത് കറുത്ത പെൺകുട്ടികൾക്ക് വിവാഹം നടക്കില്ലെന്ന്? പത്മയെ പോലെയുള്ള മക്കളെ കിട്ടാൻ ഭാഗ്യം വേണം.